പിന്നെ +1 +2 എത്തി. ഇതാകെ ഈ ഒരു സംഭവം മൈൻഡിൽ നിന്ന് അങ്ങ് പോയി. പിന്നെ ഈ ഒരു സംഭവമൊന്നുമില്ല. എങ്ങനെയെങ്കിലും നന്നായിട്ട് പഠിക്കുക, വീട്ടുകാരെ നോക്കുക, അങ്ങ് പോവുക. ഇതാണ് പിന്നെ മൈൻഡിലുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുണ്ട്, കൂട്ടുകാരൻ, എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതാണ്, അബി ദോസ്ത് എന്നൊക്കെ പറയുന്ന പോലെ, സിറിയക്ക് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടാവും. നമ്മൾ എന്ത് നല്ല കാര്യത്തിന് പോയാലും, എന്ത് അലമ്പ് പരിപാടിക്ക് പോയാലും ഇവനെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന കൂട്ടുകാരനാണ്. അപ്പോൾ +2 കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഒരു ധ്യാനത്തിന് പോയി, ചിറ്റൂർ ധ്യാനത്തിന് പോയി, ചിറ്റൂർ ധ്യാനത്തിൽ. അവിടെ ഇവൻ പോയി തിരിച്ചു വന്നു. വിചാരിച്ച പോലെയല്ല, പിന്നെ ആളങ്ങ് മാറിപ്പോയി. ഞങ്ങൾ പ്ലാനൊക്കെ ഇട്ട് പോയതാണ്, നമുക്ക് 3 പേർക്കൊക്കെ, ഞങ്ങൾ ആ പഴയ ഗ്യാങ്ങിനെ ഒരുമിച്ച് നമുക്ക് ധ്യാനത്തിൽ പോകാം, അടിച്ചു പൊളിച്ച് തിരിച്ചങ്ങ് വരിക എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ ധ്യാനേന്ദ്ര കാരണം ഞങ്ങളെല്ലാവരും ആ പ്ലാനിൽ നിന്ന് അങ്ങ് മാറി. ഇവൻ ഒറ്റക്ക് പോയ കാരണം ഇവന് മാറ്റം ഉണ്ടായി. ഇവൻ തിരിച്ചു വന്നിട്ട് പിന്നെ എൻ്റെ പുറകെയാണ്, എടാ നീ ഇങ്ങനെ ഒന്ന് ജീവിച്ചാൽ പോരാ, നീ ധ്യാനം കൂടണം, നന്നാവണം, ലൈഫൊന്നും ശരിയല്ല. കാരണം ഇവനെല്ലാം അറിയാം, എന്നെപ്പറ്റി എല്ലാം അറിയാം. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ നല്ല ഫ്രണ്ട് എവിടെയെങ്കിലും ഒരു നല്ല സംഭവം കിട്ടിയാൽ, എന്തെങ്കിലും ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെച്ചമുള്ള സാധനം കിട്ടിയാൽ നമ്മളെ വന്നിട്ട് പറയുമല്ലോ, എടാ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പോയി വാങ്ങിച്ചോ നല്ലതാണ്. ഇതുപോലെയായിരുന്നു അവൻ. ഒരു 5-6 മാസം എൻ്റെ പുറകെ നടന്നു. +2 കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഡിഗ്രിക്ക് കയറുന്നു. അപ്പോഴും എൻ്റെ പുറകെ കിടക്കാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് പോയിക്കും, നിനക്ക് പ്രാന്താണ്, ഫസ്റ്റ് ധ്യാനത്തിൻ്റെ ഒരു എഫക്റ്റൊക്കെ ഇരിക്കും, 2 മാസം കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാനൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ ഭയങ്കര മാറ്റം വരുന്നു. രാവിലെ പള്ളി വരുന്നു, ഫ്രണ്ടിൽ നിൽക്കുന്നു, പിന്നെ ഭയങ്കര മാറ്റം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രിക്ക് കയറി എടക്കൊച്ചിയിൽ സിയന കോളേജ് എന്ന് പറഞ്ഞ കോളേജിൽ കയറി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലൈഫിലെല്ലാം ഉണ്ട്. വണ്ടിയുണ്ട്, ഫോണുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം അങ്ങ് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംതിങ് മിസ്സിങ്, എന്തോ ഒന്ന് മിസ് ചെയ്യുന്ന പോലെ, നമ്മുടെ ഒരു റിയൽ ജോയ് ഇല്ല. എല്ലാം ഉണ്ട്, പക്ഷെ എന്നാൽ എന്തോ ഒരു ശൂന്യത. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താണ് ഇനിയിപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യും, എങ്ങനെയാണ്, എങ്ങോട്ടാണ്. കാരണം എന്താണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെയാണ് ആ ഒരു സമയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടാ നമുക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിയാറായി. അവനെപ്പോഴും ഉണ്ട് കൂടെ, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, എപ്പോഴും വന്ന് കാര്യങ്ങൾ പറയും. നമ്മൾ പള്ളിയിലെല്ലാം പോകുന്നുണ്ട്, പക്ഷേ ഇവനീ പറഞ്ഞ പോലെ ധ്യാനത്തിന് പോകാൻ എനിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ചെന്നിട്ട് പറഞ്ഞു, എടാ ഞാനൊന്ന് ധ്യാനത്തിന് പോവാം, കാരണം ഒന്ന് ലൈഫ് കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കണം, കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കണം. അച്ഛനാകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല കേട്ടോ, കുറച്ചുകൂടി ബെറ്ററായിട്ട് നന്നായിട്ട് ജീവിക്കുക. ഞാൻ ഇവിടെ ചിറ്റൂർ ധ്യാനത്തിൽ പോയി, അവിടെ പോയി ധ്യാനം കൂടുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു കേട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ സ്തുതിക്കുന്നു, ഇത് ആ സമയത്ത് നല്ല അനുഭവങ്ങൾ, ഇതൊക്കെ. അപ്പോൾ എനിക്ക് അതിൽ വലിയ ഒരു യോജിപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ചെന്നിട്ട് അവിടെ വന്നിട്ട് നന്നായിട്ട് ജപമാല എത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ല അനുഭവങ്ങൾ തന്നെ, എന്നോട് സംസാരിക്കണം, എന്താണ് എൻ്റെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അങ്ങനെ ഒത്തിരി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. ശരിക്കും ആ ധ്യാനേന്ദ്രത്തിലുള്ള ഈ 5 ദിവസം എൻ്റെ ലൈഫിലൊരു ബെസ്റ്റ് മൊമെൻറ്റ്സ് എന്ന് എനിക്ക് പറയാം. ലൈഫിൽ ഒത്തിരി നല്ല തീരുമാനങ്ങൾ എടുത്തൊരു ദിവസമായിരുന്നു. അവിടെ ഈ കൈ കഴുകുന്ന, അവിടെ വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം എന്നുള്ളൊരു വചനമാണ്. അത് ഒത്തിരി മുമ്പ് വായിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് വിചാരിച്ചത് നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ മാത്രമേ ഇതൊക്കെ തൊടുള്ളൂ എന്നാണ്. പക്ഷേ എൻ്റെയും ഒത്തിരി ഡിസ്റ്റർബ് ചെയ്തൊരു വചനം വരുന്നത്. അന്നിത് വായിച്ചു കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്താണെന്നറിയത്തില്ല, ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ നീ ജീവിക്കേണ്ടത്, ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ്. പിന്നെ അന്ന് തൊട്ട് ഒരു പുതിയ ഡിസിഷനൊക്കെ എടുത്ത് ധ്യാനമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അന്ന് ഈ കൂട്ടുകാരാണ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോയി, വീട്ടിൽ പോയി. നോർമലായിട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകളൊക്കെ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ വെച്ചിട്ടാണ് ഇവൻ പറയണത്,
എടാ എനിക്ക് അച്ഛനാവാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ നന്നായിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ചാൽ പോരെ, എന്തിനാ പറഞ്ഞ് അച്ഛനാവാനൊക്കെ പോകണേ, വെറുതെ കഷ്ടപ്പാടും ഇതൊക്കെയാണ്, നീ പറയുന്ന പോലെ ഈ അടിച്ചുപൊളിയൊന്നും ഇല്ലട്ടോ അവിടെ. പറഞ്ഞു ഇല്ലടാ എനിക്ക് അച്ഛനാവാൻ പോകണം. അപ്പോൾ അന്ന് ശരി നീ പോയിക്കോ. അവനപ്പോൾ ഓരോ ക്യാമ്പുകൾക്ക് പോയി തുടങ്ങി, ഓരോരോ കോൺഗ്രിഗേഷൻസിൻ്റെ അവിടെ പോയി, അങ്ങനെയൊക്കെ പോയി. അവസാനം അവൻ നമ്മുടെ കപ്പൂച്ചിൻസിൻ്റെ ക്യാമ്പിന് പോവാണ്. അവൻ ആദ്യത്തെ ക്യാമ്പിനൊക്കെ പോയി വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്ന്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞ് എടാ എനിക്ക് കപ്പൂച്ചിൻ സഭയെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനവിടെ ചേരാൻ പോണേണ്, ഇത് ഫൈനൽ ക്യാമ്പ് ഈ വരുന്ന മെയിലാണ്, ഞാൻ പോണേട്ടാന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇവനാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്, എന്ത് കാര്യത്തിന് വിളിച്ചാലും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ ഇവനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഫൈനൽ ക്യാമ്പല്ലേ, ഞാൻ നിൻ്റെ ഒപ്പം വരാം, നിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാമല്ല, അല്ലെങ്കിൽ നീ ചേർന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റൂല. അപ്പോൾ ഞാൻ നിൻ്റെ ഒപ്പം വരാം, സ്ഥലമൊക്കെ കാണാം. ഞാനും അവൻ്റെ ഒപ്പം ബാഗ് എടുത്തുകൊണ്ട് പോയി ഫൈനൽ ക്യാമ്പ്. അവിടെ ചെന്ന് ഇത് കാണാമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടുത്തെ ലൈഫ്, അവിടുത്തെ ഒരു 3 ദിവസം 4 ദിവസത്തെ ക്യാമ്പായിരുന്നു, അത് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിരുന്നു. കാരണം അവിടുത്തെ അച്ഛന്മാരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഒരു സിംപ്ലിസിറ്റി, പിന്നെ അവിടുത്തെ ഒരു എന്താ പറയുക, ഒരു എൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻ്റെ ഡിഫറെൻ്റ് ആണ്. ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രാൻസിസ് അസീസിയെ പറ്റിയൊക്കെ കൂടുതൽ കേട്ടത് അവിടെ വെച്ചിട്ടാണ്. ഒത്തിരി കടുകട്ടി പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വായിക്കാൻ വേണ്ടി തരുമായിരുന്നു. പക്ഷെ അവിടെ ഒരു കുഞ്ഞ് ചിത്രകഥേൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് എടുത്ത് വായിച്ചത്. അതെടുത്ത് വായിച്ചപ്പോഴത്തേക്കും എന്താ പറയുക, അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഫുൾ ചരിത്രം ഇങ്ങനെ വായിക്കുന്നത് ഫ്രാൻസിസ് അസീസിയുടെ. അത് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ തോന്നില്ല, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എന്താ പറയുക, ഇതാണല്ലോ നമ്മൾ ആഗ്രഹിച്ച ലൈഫ്, ഇത് തന്നെയാണ് നമ്മുടെ അതേ വേവ് ലെങ്ത്തിലുള്ള ലൈഫ്, ഇതിലെ ഒരു റിയൽ ജോയ് ഉള്ളൂ എന്നുള്ള ഒരു, നമ്മൾ പെട്ടെന്ന് അങ്ങ് സിങ്കാവും എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി ഒന്നാണ്. പ്രത്യേകിച്ച് പിന്നെ അതിന് ശേഷമുള്ള ആരാധനയും അന്നത്തെ വചനത്തിലൂടെയൊക്കെ ദൈവനോട് സംസാരിക്കുകയായിരുന്നു. അന്ന് തീരുമാനിച്ചാണ് ഇനി കപ്പൂച്ചി സഭയിലോട്ടുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഏറ്റവും കുറച്ചും കൂടി ഉറപ്പിക്കാനുള്ളൊരു കാരണം, വേറൊരു കാരണം കൂടി ഉണ്ട്. നമ്മൾ ഈ ചേരുന്നതിന് മുമ്പ് 2-3 അച്ഛന്മാരൊക്കെ ഇങ്ങനെ പോയി കാണണം, അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കണം. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്തുകൊണ്ടാണ് വന്നത്, എന്തിനാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 2-3 അച്ഛന്മാരുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ പോണതിനിടയ്ക്ക് വെച്ചിട്ട് ഒരു അച്ഛൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ ചോദിച്ച ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അച്ഛൻ പറഞ്ഞ് എടാ ഈ കപ്പൂച്ചി സഭയിൽ വന്നാൽ നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ സ്വപ്നത്തിനനുസരിച്ചൊന്നും ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. ചാണകം കോരേണ്ടി വരും, പറമ്പിൽ പോയി പണിയെടുക്കേണ്ടി വരും, മണ്ണിൽ നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. നീ വിചാരിക്കുന്നവരല്ല, ടഫ് ലൈഫാണ്. ചിലപ്പോൾ അച്ഛന്മാർ നിൻ്റെ അധികാരികൾ പറയുന്നത് പോലെ നീ പോകേണ്ടി വരും. നന്നായിട്ട് ആലോചിച്ചിട്ട് എടുത്താൽ മതി, ചുമ്മാ സിമ്പിൾ ലൈഫൊന്നുമല്ല, നല്ല ടഫാണ്. ഞാൻ അപ്പോഴേ തീരുമാനിച്ച് മരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഉള്ളത്. കാരണം ഇങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ആരും പറഞ്ഞിട്ടില്ല. സാധാരണ പൊതുവേ പറയാറുള്ളത് ഇവിടെ ഉള്ള ബെനിഫിറ്റ്സിനെ പറ്റിയാണ് പറയാറ്, ഇവിടെ ഇതുണ്ട് അതുണ്ട് അങ്ങനത്തെ സംഭവമാണ്. പക്ഷേ അച്ഛനെന്ന് പറഞ്ഞത് ഫുള്ളും നിനക്ക് ഇതുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും, ഫുൾ എന്താണ് എല്ലാം ഒരു നെഗറ്റീവല്ല, പച്ചയായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. പിന്നെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ചേർന്ന കാര്യമൊന്നും. ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മക്കും ഭയങ്കര സന്തോഷമൊക്കെ. കപ്പൂച്ചിനോട്ടാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. വെക്കേഷനും ഇതൊക്കെ കുറവാണ്, ഈ പറഞ്ഞ പോലെ ഇത്തിരി ടൈറ്റ് ലൈഫ് എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ. പിന്നെ ഞാനും ഇവനും കൂടി ഒരുമിച്ചാണ് സെമിനാരി ചേരുന്നത്. ഈ പറഞ്ഞ കൂട്ടുകാരനും ഞാനും കൂടി ഒരുമിച്ച് ഒരേ ദിവസം സെമിനാരി ചേർന്നു. പിന്നെ അങ്ങ് മുമ്പോട്ട് പോയി. 2 വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൂട്ടുകാരൻ സെമിനാരിയിൽ നിന്ന് പുറത്തോട്ട് പോയി. ഞാനിപ്പോഴും ഇങ്ങനെ അകത്ത് നിൽക്കുന്നു. പക്ഷെ അവൻ എന്താ പറയുക, ദൈവം നമ്മളെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മാലാഖ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മുടെ ചില ലൈഫിൽ നമ്മൾ ഇങ്ങനെ വന്നോന്ന് വിചാരിച്ച തീരുമാനം നമ്മൾ മാറ്റിക്കളഞ്ഞു. പക്ഷേ ദൈവം നമ്മളെ ഇങ്ങനെ ഹണ്ട് ചെയ്ത് പിടിക്കാന്ന് പറയില്ലേ, പുറകെ വിടാതെ പിടിക്കാമെന്ന് പറയില്ലേ, അതുപോലെ പുള്ളിക്കാരൻ എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. അത് ഇവനിലൂടെ ദൈവം എന്നെ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചാണ്. അത് ഇവിടേക്ക് എന്നെ കറക്റ്റായിട്ട് എത്തിച്ചാന്നുള്ള കുറച്ച് ബോധ്യമുണ്ട്. അപ്പോൾ അവനൊരു മാലാഖയായിട്ട് വന്നതായിരിക്കാം.